പക്ഷെ ഇൻ ഹരിഹർ നഗർ ഇറങ്ങിയപ്പോൾ ആ ഒരു സമയത്ത് യുവാക്കളുടെ ഇടയിലുണ്ടായിരുന്ന പല തരംഗങ്ങളും ഈ ഒരു യുവാക്കൾക്കും ഉണ്ടായിരുന്നു. ഇവർ 4 പേർക്കും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അതിനെ ഏറ്റവും ജനപ്രിയമാക്കിയത്. വായ്നോട്ടായാലും തല്ലുകൊള്ളിത്തരായാലും അതൊക്കെ. പ്രായം തളർത്താത്ത പോരാട്ടവീരുമായി നിങ്ങൾ ഇതൊക്കെയായി വീണ്ടും എത്തിയിരിക്കുകയാണ്. അല്ല, ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പ്രായമായിട്ടില്ലല്ലോ. ഈ പ്രേക്ഷകർ വയസ്സ് കണക്ക് കൂട്ടിയ വലിയ പ്രശ്നമാവില്ലേ? വയസ്സ് കണക്ക് കൂട്ടണ്ടെന്നാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങളിപ്പോഴും പിള്ളേരായിട്ട് തന്നെയാണ്. 4 പേരും അങ്ങനെ ഒരു രീതിയിലാണ് അതിനകത്ത് ശേഖരിക്കുന്നതും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഇത് അപൂർവമായി ലഭിക്കുന്ന ഒരു ഭാഗ്യമായിരിക്കും. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതേ പ്രസരിപ്പോടെ. അതെ, അതൊരു ഭാഗ്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇങ്ങനൊരു സാധാരണഗതി രണ്ടാമത് സെക്കൻഡ് പാർട്ട് വരുന്ന പല പടങ്ങളും പടം നന്നായാൽ തന്നെയും സാധാരണ ആൾക്കാർ കുറച്ചുപേർ പറയും അത് ഫസ്റ്റ് പാർട്ട് വരെ നന്നായില്ല, അത്രയും വന്നില്ല, ഒക്കെയാണ്, അല്ലെ പറയും പോരാ, അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പലപ്പോഴും സിനിമകളൊക്കെ കേൾക്കാം. പക്ഷെ ഇത് 18 വർഷത്തിന് ശേഷം ഈ പടത്തിന് ഒട്ടും തന്നെ അഭിപ്രായം കുറയാതെ മറ്റേ പടം പോലെ അല്ലെ അതിൽ മേലെന്നുള്ളൊരു അഭിപ്രായമാണ് ഇപ്പം കണ്ട ആൾക്കാർ പ്രേക്ഷകർ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. ആരും ഇതിനകത്ത് ഒരാൾ പോലും കണ്ടിട്ട് നെഗറ്റീവായിട്ട് മോശം ഒരു മനുഷ്യൻ പോലും പറഞ്ഞിട്ടില്ല. അത് ഒരു ദൈവാധീനമാണ്. ഒന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഈ സിനിമയെ പറ്റി. അതായത് ഇൻ ഹരിഹർ നഗറിന് ശേഷം ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാം എന്നൊരു പറച്ചിൽ വന്നപ്പോ ആദ്യം തോന്നിയ ഒരു വെല്ലുവിളി എന്ത് മറികടക്കാനാവുമോ എന്ന ആശങ്കയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തെങ്കിലും ആശങ്ക ഉണ്ടായിരുന്നു? സത്യത്തില് ഈ പടം ഈ ഹരിഹർ നഗർ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് കൂടെ വന്നിരുന്നു. അപ്പോൾ മിക്കവാറും ഇപ്പൊ എല്ലാ ആഴ്ചയിലും ഹരിഹർ നഗർ ഉണ്ട് സിനിമ ഈ ചാനലിൽ. അപ്പൊ കുറെ ഇത്രയും വർഷമായെങ്കിലും ശരി എന്നോട് പല ആൾക്കാരും ചോദിച്ചു, ആ ഹരിഹർ നഗർ ഒന്ന് രണ്ടാമൊന്ന് എടുത്താലോ, ചേട്ടനൊക്കെ ഒന്ന് ശ്രമിച്ചാൽ നടക്കും. എന്റെ വേറെ നമ്മളെ ചില ആൾക്കാരും അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരും ഒക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചാലും ഞാൻ നടക്കുന്നത്. അതിപ്പോൾ എന്റെ ഒരു പ്രൊഡ്യൂസർ വേണം, അവർക്ക് തോന്നണം, ഡയറക്ടർ വേണം, പിന്നെ ഈ പടം രണ്ടാമത് എടുത്താൽ എങ്ങനെ വരും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാനതൊരു കളിതമാശ പോലെ കേട്ട് ഞാനും വിട്ടു. അപ്പൊ പറഞ്ഞു കേട്ടപ്പോൾ തോന്നി ശരി അത് സെക്കൻഡ് പാർട്ടൊക്കെ വന്നാൽ കൊള്ളാമായിരിക്കും, നന്നായിരിക്കുമായിരിക്കും എന്നൊക്കെ തോന്നുന്നു എന്റെ മനസ്സിൽ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രൊജക്ടിനെ കുറിച്ച് ലാല് ചിന്തിച്ച് അങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ പോവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതവും അതിശയവും സന്തോഷവും എല്ലാം തോന്നി. കാരണം അന്ന് ഇത്രയും പേരുണ്ടാക്കിയ സിനിമ രണ്ടാമത് ചെയ്യുമ്പോൾ അതേ ക്യാരക്ടേഴ്സ് തന്നെ വീണ്ടും അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. അത് ദൈവം സാധിച്ചപ്പോൾ അത് നമ്മുടെ മുമ്പിൽ തിയേറ്ററിൽ വന്നു കഴിഞ്ഞ് വളരെ നല്ല അഭിപ്രായം കിട്ടിത്തുടങ്ങിയിരിക്കുകയാണ്. എന്തെങ്കിലും ആശങ്ക ഉണ്ടായിരുന്നു? ആശങ്ക എന്ന് പറഞ്ഞാൽ ആശങ്കയില്ലായിരിക്കില്ല. കാരണം ഇത്രയും പൈസ മുടക്കിയെടുക്കുന്ന പ്രോജക്റ്റ് അല്ലേ. അപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ച് ഇത്രയും ലക്ഷങ്ങൾ കോടികൾ മുടക്കിയെടുക്കുന്ന പടം, പ്രത്യേകിച്ച് ഇത്ര ഹിറ്റായ ഒരു പടം വീണ്ടും എടുക്കുമ്പോൾ ഇത് എങ്ങനായി തീരും ഒരു പടം കളക്ഷൻ വേണമല്ലോ, തിയേറ്ററിൽ വന്ന പടം ഇഷ്ടപ്പെടണമല്ലോ. അങ്ങ് അതിനെക്കുറിച്ച് ചെറിയൊരു ഒരു ആശങ്കയും കാര്യങ്ങളും ഭയമൊക്കെ എനിക്കും എല്ലാവർക്കും ഉണ്ട്, ഇതിനകത്ത് വർക്കിന് എല്ലാവർക്കും ഉണ്ട്. 2 സൈഡ് ഉണ്ട്. ഒന്ന് വലിയ വെല്ലുവിളിയാണ്, പ്രേക്ഷകർ ഒരുപാട് മാറിക്കഴിഞ്ഞു, അപ്പൊ നമുക്ക് അന്നത്തെ കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങളെങ്കിലും വരുത്തേണ്ടി വരും. പക്ഷെ അതേസമയം മാറ്റങ്ങൾ ഒരുപാട് വരുത്താൻ പറ്റില്ല. കാരണം തോമസ് കുട്ടിയും ഗോവിന്ദൻകുട്ടിയും അല്ലെങ്കിൽ മഹാദേവനും അപ്പുക്കുട്ടനും ഒക്കെ അത് തന്നെയാണ്. അപ്പോ ഈ രണ്ടും കൂടിയുള്ള ഒരു ബാലൻസ് എങ്ങനെ സാധിച്ചു? ബാലൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അതായത് മാറ്റങ്ങൾ ഒരുപാട് വരുത്താനും പറ്റില്ല, എന്നാൽ മാറ്റങ്ങൾ വരുത്തുകയും വേണം. പ്രേക്ഷകരെ കണക്കിലെടുത്തേ പറ്റുള്ളൂ. ആ ഒരു ബാലൻസ്, മാറ്റം വരുത്താനും പാടില്ല എന്നാൽ വരുത്തുകയും വേണം, അതിനിടയ്ക്കുള്ള ഒരു ബാലൻസ്. അല്ല, ഈ 18 വർഷത്തെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. 18 വർഷം ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് ആൾക്കാരുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു 18 വർഷത്തിന് ശേഷം. അപ്പോ നമ്മൾ പ്രായം കുറച്ചതായിട്ട് കാണിക്കാൻ ശ്രമിക്കുകയാണ്. ശരിക്കും ഇവർക്ക് അന്നത്തേക്കാൾ പ്രായമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഈ 4 ക്യാരക്ടേഴ്സിനും അറിയാം, ഓഡിയൻസിനും പ്രേക്ഷകർക്കും അറിയാം. അപ്പോൾ അവരാണ് ബാലൻസ് ചെയ്തത്. അതിന്റെ ബുദ്ധിപൂർവമായ ശ്രമങ്ങളാണ് ഈ ബോഡി ബിൽഡിംഗ്. അങ്ങനെ കുറപ്പിക്കാനുള്ള ശ്രമം, അതിനുള്ള സംഭവമാണ് ഈ ബോഡി ബിൽഡിംഗ്, മറ്റു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇതൊക്കെ ഉണ്ടായിട്ടും ബാക്കിയുള്ളവർക്കൊക്കെ കല്യാണം കഴിഞ്ഞു, മക്കളുണ്ട്, അല്ലെങ്കിൽ ഗോവിന്ദൻകുട്ടിക്ക് കുട്ടികളില്ല. തോമസ് കുട്ടിക്ക് മാത്രം പെണ്ണ് കിട്ടാത്തത് എന്തേന്ന് പ്രേക്ഷകർ സ്വാഭാവികമായും തുടക്കത്തിൽ സംശയിച്ചത്. തോമസ് കുട്ടിക്ക് ഒരുപാട് ന്യായങ്ങളുണ്ട്, അതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തോമസ് കുട്ടിക്കിടക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നീണ്ടുപോയതാണ്. ഇപ്പം നമ്മളിപ്പം നമ്മുടെ ആൾക്കാർ തന്നെ കല്യാണം ഉദ്ദേശിച്ച സമയത്ത് നടക്കാത്ത ധാരാളം ആൾക്കാരുണ്ടല്ലോ, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ. അത് നിരവധി കാരണങ്ങളുണ്ടാകും, ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാവില്ല. ഇതിനെ തോമസ് കുട്ടിക്ക് സംബന്ധിച്ച് ചില കാരണങ്ങളുണ്ടായിരുന്നു. അതിപ്പോ സിനിമയെ കണ്ടിട്ടേ അത് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ വ്യത്യാസം അത് തന്നെയാണ്. അന്ന് പ്രേക്ഷകരെ കൂടുകൂടെ ചിരിപ്പിച്ച സിദ്ദിഖ് ലാൽ ടീമിൽ ലാൽ ഒറ്റയ്ക്കാണ്. അത് ഒരു സെറ്റിലൊക്കെ എത്രത്തോളം പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ അന്ന് സിദ്ദിഖ് ഇങ്ങനെ പറഞ്ഞില്ല, അത്തരത്തിലുള്ള നമുക്ക് കുറെ നൊസ്റ്റാൾജിക് മെമ്മറി ഉണ്ടാവും. ലാൽ ഒറ്റയ്ക്ക് എന്നത് എങ്ങനെയാണ് ചിത്രത്തിൽ ഫലിച്ചിട്ടുള്ളത്? ഇത് ഇൻ ഹരിഹർ നഗർ എന്നുള്ള സിനിമ സിദ്ദിഖും ലാലൂടെ ചേർന്നെടുത്ത സിനിമയാണ്. അപ്പൊ അതിന്റെ ഓരോ
ഭാഗവും അവര് അറിഞ്ഞു തന്നെ രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനിച്ചെടുത്ത പ്രൊജക്റ്റായിരുന്നു ഇൻ ഹരിഹർ നഗർ. അപ്പോ ഇതിനകത്ത് ഒരാളില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും അവര് സുഹൃത്തുക്കളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഈ സിനിമയ്ക്ക് മുമ്പ് അവരുടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് രണ്ടുപേരും ഇല്ലാന്നൊരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഞങ്ങളങ്ങനെ ചിന്തിച്ചില്ല. കാരണം ഒരു ഷൂട്ടിംഗ് തുടങ്ങിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിനകത്ത് അതിലേക്ക് പിന്നെ ശ്രദ്ധിക്കാൻ സാധിക്കില്ല. പിന്നെ വർക്കിലേക്കുള്ള ഒരു കോൺസെൻട്രേഷൻ ആണ് എല്ലാവർക്കും ഉള്ളത്. അത് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് കൊണ്ടുപോയിരുന്നു. എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു ഹെവി വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതേസമയം ആവശ്യത്തിന് വർക്ക് എല്ലാ ദിവസവും ഉണ്ട്. തലയെ വെക്കാൻ പറ്റാത്ത വിധത്തിൽ ഭാരമായിട്ടുള്ള വർക്കുകളൊന്നും ഇതിനകത്ത് ആർക്കും ഉണ്ടായിട്ടില്ല. ദിവസങ്ങൾ ഇതറിഞ്ഞ് കറക്റ്റ് ചാർട്ടായിരുന്നു എൻ്റെ. കൃത്യമായി ആ ചാർട്ട് കംപ്ലീറ്റ് ചെയ്തു. സെറ്റില് ഒരു പ്രോബ്ലം ആർക്കും ഒരു കാര്യങ്ങൾക്കും ഉണ്ടായിട്ടില്ല. എല്ലാവരും വളരെ സന്തോഷമായിട്ടാണ് ഇത് വർക്ക് ചെയ്തതും. എല്ലാ കാര്യങ്ങളിലും എന്ത് കാര്യങ്ങളും അവർക്ക് വളരെ സമ്മതത്തോടെയും സമാധാനത്തോടെയും ഒക്കെ വർക്ക് ചെയ്ത സിനിമയാണ്. അപ്പം അന്ന് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ ഒരു സന്തോഷമുണ്ടായിരുന്നു. അപ്പൊ ഈ പടം കളക്ട് ചെയ്യണം എന്നൊരാഗ്രഹം അല്ലെ പ്രാർത്ഥന. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? ഇന്ന് രാവിലെ എണീറ്റപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കേണ്ട കാര്യമില്ല. ഈ പടം ഇന്നിറങ്ങുന്ന പടം ഞങ്ങൾക്ക് വളരെ ഗുണം ചെയ്യണം. ഈ പടം സൂപ്പർ ഹിറ്റ് ആവണം. എല്ലാവർക്കും അതിന്റെ ഗുണം ഉണ്ടാവണം. അപ്പൊ അത് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുള്ളൂ. കാരണം നമ്മുടെ തൊഴിലായിട്ട് മാറിയിരിക്കില്ലേ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ. പിന്നെ നെഗറ്റീവായിട്ടൊരു അഭിപ്രായം ആരും കേൾക്കരുതെന്ന് നമ്മൾ ടെൻഷൻ ഉണ്ടാവും. ഇത്രയും കാരണം ആൾക്കാരിപ്പോൾ ഞങ്ങളൊക്കെ എവിടെ ചെന്നാലും ഞാനിപ്പോൾ വേറെ ഏത് സ്ഥലത്ത് ചെന്നാലും കുറെ ആൾ ചോദിക്കും എന്നാ ഹരിഹറിന്റെ റിലീസ്, അതിപ്പം മറ്റേ പടം പോലെ ആവോ? നേരത്തെ മുകേഷ് പറഞ്ഞു കുറെ ദിവസങ്ങളായി എല്ലാവരും ചർച്ച ചെയ്ത് തന്നെ എവിടെ ചെന്നാലും ചോദ്യം തന്നെ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുക ആ പടം ഉണ്ടാക്കിയൊരു ഇമ്പാക്ട്. ഈ ഒരു ചിത്രത്തിന് ശേഷം എത്രത്തോളം കൂടുതൽ ചെറുപ്പമായി? ആര് ചെറുപ്പമായി? നിങ്ങൾ നാലുപേരും പ്രത്യേകിച്ചും ഓരോരുത്തർക്കും പേഴ്സണലി. കാരണം ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കാണ്. ഒപ്പം ഇത്രയും യൂത്ത്ഫുൾ ആയ ഒരു ചിത്രമാണ് വരുന്നത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് പേഴ്സണലായി എത്രത്തോളം ചെറുപ്പം നൽകുന്നുണ്ട്? അത് ഇതുപോലുള്ള സിനിമകളിലേക്ക് വരണം എന്ന ഒരു നിയോഗമുണ്ട്. അതുകൊണ്ടായിരിക്കാം. അതാണ് ഒരു ഭാഗ്യം അല്ലെങ്കിൽ ദൈവാധീനം എന്നൊക്കെ പറയുന്നത്. ഈ ഒരു സിനിമ തുടക്കം മുതൽ അവസാനം വരെ ആലോചിക്കുമ്പോൾ ഇൻ ഹരിഹർ നഗറും ടു ഹരിഹർ നഗറും തമ്മിൽ ഒരു വ്യത്യാസം എന്താണ്? ഒരു പ്രധാന വ്യത്യാസം, പോസിറ്റീവോ നെഗറ്റീവോ ആവാം, എന്നാൽ ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഈ പടത്തിന്റെ ഒരു സ്കെൽട്ടൺ എന്ന് പറയുന്നത് ഇൻ ഹരിഹർ നഗർ തന്നെയാണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ആക്ച്വലി. അപ്പം കഥയുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതങ്ങനെ തന്നെ പിടിച്ചിങ്ങനെ പോവാണ്. പക്ഷെ വ്യത്യാസമുണ്ട്. വ്യത്യാസമില്ല. പിന്നെ ഈ ഇത്രയും വർഷം കഴിച്ച് പിന്നെ അതേപോലെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ സ്വീകരിക്കുകയില്ല. അതെ ചേഞ്ച് വേണം. പക്ഷെ ആ വ്യത്യാസം ഇതിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. ഒരു ചേഞ്ച് ഉണ്ട്. അത് ഞാൻ ഇപ്പം പറയുന്നത് ശരിയല്ല. കാരണം പടം റിലീസ് ചെയ്തിട്ടേ ഉള്ളൂ. അതിപ്പോൾ പ്രേക്ഷകരെ ഇനിയുള്ള ദിവസങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനതിപ്പോ അവതരിപ്പിക്കുന്നത് ശരിയല്ല. പടത്തിന്റെ ക്ലൈമാക്സ് ആണ് ഇതിനകത്തെ ഒരു വ്യത്യാസം. അല്ലെങ്കിൽ ഒരു ടൈം എന്ന് പറഞ്ഞാൽ പടത്തിന്റെ ക്ലൈമാക്സ് ആണ്. ഇന്നത്തെ ദിവസം തോമസ് ഊട്ടിയെ ഞങ്ങൾക്ക് അതിഥിയായി കിട്ടിയതിന് 18 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തോമസ് ഊട്ടി സ്ക്രീനിലെത്തുകയാണ്. ഒപ്പം അപ്പുക്കുട്ടനും മഹാദേവനും ഗോവിന്ദൻകുട്ടിയും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കാൻ ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നു. പ്രേക്ഷകരാണ് ഇനി വരും ദിവസങ്ങളിൽ അതിനെ ഏറ്റെടുക്കേണ്ടതും സ്വീകരിക്കേണ്ടതും. വളരെ സന്തോഷം ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയതിന്. ചിത്രം ഒരു വൻ വിജയമായി മാറട്ടെ. ഇപ്പോൾ തന്നെ അതിന്റെ ആദ്യ സൂചനകൾ കിട്ടിത്തുടങ്ങി. വലിയ വിജയമായി മാറട്ടെ. കൂടുതൽ ഇത്തരം നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.